ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഞാൻ ദേ എഡിൻബ്രയിൽ മൂന്നാമത്തെ ദിവസമാണ്, സ്കോട്ട്ലാൻഡിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യൽ ഇതേപോലത്തെ എന്തെങ്കിലും സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ വെൽക്കം ടു മൈ ഡേ 3 ഇൻ സ്കോട്ട്ലാൻഡ്. ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ച് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ. ഞാൻ നിന്നിരുന്ന ഹോട്ടൽ എഡിൻബ്ര സിറ്റിയിലാണ്. എഡിൻബ്ര സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂറിൽ മുകളിലുണ്ട് എഡിൻബ്ര എയർപോർട്ടിലോട്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ബാഗേജൊക്കെ എല്ലാം സെറ്റാക്കി റൂമും ചെക്കൗട്ട് ചെയ്ത് ബാഗേജ് അവിടെ ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് ചുമ്മാ പുറത്തിറങ്ങി. കാരണം ഒരു 3-4 മണിക്കൂറുണ്ട് നമുക്ക്. ഒരു 12:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി എഡിൻബ്ര സിറ്റിയിൽ നിന്ന്. അപ്പോൾ ചുമ്മാ ആ, ചുറ്റോട്ടമൊക്കെ ഒന്ന് പിന്നെ ഒന്ന് കാണാത്ത എന്തെങ്കിലും കാഴ്ചകൾ കാണുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊരു ചുമ്മാ സിറ്റി ടൂറാണ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. സിറ്റിയിൽ ഇങ്ങനെ നടക്കുക, കാണുന്ന ഇഷ്ടമുള്ള ബിൽഡിങ്ങുകളിൽ കയറുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അതായിരുന്നു നമ്മുടെ ഫുൾ പ്ലാൻ. ദേ ഈ സ്ക്വയർ കാണാൻ നല്ല അടിപൊളിയല്ലേ? എനിക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ സ്വപ്നക്കൂടൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷേ അത് ഓസ്ട്രിയയാണ്. പക്ഷേ അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടാം. അങ്ങനെ ദേ നമ്മൾ ഇവിടെ അടുത്തൊരു ചർച്ചിൻ്റെ സൈഡിലെത്തി. അപ്പോൾ അവിടെ ബെല്ല് മുഴങ്ങുന്നുണ്ട്. എനിക്കാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇതേപോലെ ചേർച്ചസിലെ കൊയറും അവരുടെ പാട്ടുകളും മ്യൂസിക്കുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഭയങ്കര ഒരു അടിപൊളി ഫീലാണ്. അങ്ങനെ നമ്മൾ അകത്തൊന്നും കയറിയില്ല, അവിടെ മാസം നടക്കുന്നതുകൊണ്ട് നമ്മൾ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് കണ്ട് കേട്ട് പോന്നു. അത് കഴിഞ്ഞ് ഒരു സ്ക്വയർ ഉണ്ട് ഇവിടെ അടുത്ത്, ഒരു ഗാർഡനാണ്. ജസ്റ്റ് ഒരു സ്ക്വയർ ഗാർഡൻ, സെൻറ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വയർ ഗാർഡൻ. ഇവിടെ ഒരു ബേറുണ്ട്, ഒരു ബേറിൻ്റെ സ്റ്റാച്ചു. അതായത് 30 മില്യൺ പുസ്തകങ്ങൾ വിറ്റ ഒരു ക്യാരക്ടറാണ് കേട്ടോ അത്. അതിലെ ക്യാരക്ടറാണ് ഈ ബെയർ എന്ന് പറയുന്നത്. പാഡിങ്ടൺ ബിയർ എന്നാണ് പറയാം. ദേ ഈ നടുക്കിരിക്കുന്നുണ്ടോ ഒരു സ്റ്റാച്യു, അതാണ് പാഡിങ്ടൺ ബിയർ. പെറൂന്ന് വന്ന ഒരു കഥാപാത്രമാണ് അത്. അങ്ങനെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ സിറ്റിയിൽ ഇറങ്ങി. ഇതാണ് കേട്ടോ ഇവിടുത്തെ സിറ്റി ബസ്സുകൾ. അതായത് എഡിൻബ്ര സിറ്റി ഒരു സിറ്റി ടൂറിന് പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ട് ഇതേപോലെ ബസ്സസ് ഉണ്ട്. പിന്നെ ഇടയിൽ പുതിയ ബിൽഡിങ്സ് ഉണ്ട്. ഇതൊക്കെ ഇതേ പുതിയ ബിൽഡിംഗ് ആണ്. അങ്ങനെ ചുമ്മാ നടക്കുന്ന സമയത്ത് നെൽസൺ മോണുമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പം നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. ഒരു ഹിൽ ഏരിയയാണ്. ഇതേ മുകളിലോട്ട് കയറി പോകുന്തോറും അടിപൊളിയാണ് കേട്ടോ. കുറേ മോണുമെന്റ്സ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. എന്തൊക്കെയാണെന്ന് അറിയില്ല, ചെന്ന് നോക്കിയിട്ട് വേണം എന്തൊക്കെയാണെന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. ഈ മൊത്തത്തിൽ ഹിൽസിനെ പറയുന്നതാണ് കൽട്ടൺ ഹിൽസ് എന്ന്. ഇത് ശരിക്കും യുനെസ്കോൻ്റെ ഒരു ഹെറിറ്റേജ് സൈറ്റാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എഡിൻബ്ര സിറ്റി ഫുള്ളായിട്ട് കാണാം. നമ്മൾ 2 ദിവസം മുമ്പ് പോയ കാസിലില്ലേ, കാസിലാണ് ആ ബാക്കിൽ കാണുന്നത്. അടിപൊളി പനോരമിക് വ്യൂ ആണ്. പിന്നെ ഇന്ന് വെതർ കുറച്ച് ഓക്കെ ആണ് കേട്ടോ. അധികം തണുപ്പില്ല, പക്ഷെ തണുപ്പുണ്ട്. നല്ല രസമാണ് മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സൈഡിൽ ചെറിയൊരു ഫോർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഒരു പാത്ത് വേ കൊടുത്തേക്കാണ്. ഈ ഹില്ലിൽ 3-4 മോണുമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹില്ല് മൊത്തത്തിൽ യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറ്റിയേക്കുന്നത്. കുറച്ച് പണി തീരാത്ത ബിൽഡിങ്ങും പിന്നെ ഈ പഴയ കാസിലൊക്കെ പോലത്തെ ബിൽഡിങ്ങും പിന്നെ കുറേ ഇതേപോലെ ടവേഴ്സ്, അങ്ങനെ മൊത്തത്തിലാണ് ഈ ഒരു ഹില്ല് ഉള്ളത്. അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ, ഒരു മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലം. പക്ഷേ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്. കണ്ടോ, ഫുൾ എഡിൻബ്ര സിറ്റി. മൊത്തത്തിൽ ഈ ഹില്ലിൽ 7 മോണുമെൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഓരോന്നും ഭയങ്കര ഹിസ്റ്റോറിക് വാല്യൂ ഉള്ളതാണ്. പക്ഷേ പലതും പല സമയത്തായിട്ട് ബിൽഡ് ചെയ്തതാണ് കേട്ടോ. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നെൽസൺ മോണുമെൻറ്റും പിന്നെ സ്കോട്ടിഷ് നാഷണൽ മോണുമെൻറ്റും ഇവിടെയാണുള്ളത്. ഇത് ഈ കാണുന്ന ഇത് കണ്ടോ, ഇതാണ് സ്കോട്ടിഷ് നാഷണൽ മോണുമെൻറ്റ്. ഇത് നമ്മുടെ പാർത്തനോണൊക്കെ ഇല്ലേ, അതേപോലെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ പണി തീരാത്തൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ ആൾക്കാർ മെയിനായിട്ട് വരുന്നത് ഇവിടുത്തെ വ്യൂവിന് വേണ്ടിയിട്ടാണ്. കാരണം ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ആ ഫ്രണ്ടിൽ കാണുന്നത് ഗവൺമെൻറ് ബിൽഡിങ്സ് ആണ്.
അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. സമയം 11 മണിയായി. നമുക്ക് വൈകാതെ തന്നെ നമുക്ക് എയർപോർട്ടിലോട്ട് പോകണം. ഇവിടുന്ന് നടന്ന് ഹോട്ടലിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് വേറെ സ്ട്രീറ്റിൻ്റെ ഭാഗത്ത് കൂടെയൊക്കെ പോയി. ഇത്രയും തണുപ്പായിട്ടും ഇവിടെ ആൾക്കാർ ഷോർട്സ് ഇട്ടിട്ട് ഓടാൻ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ബെറ്ററാണ്, എന്നാലും നല്ല തണുപ്പുണ്ട്. പുറത്തെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. പക്ഷെ ആ പുള്ളി ജോഗിങ്ങിന് ഇറങ്ങിയപ്പോൾ ഷോർട്സ് ഇട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം ഹോട്ടലിലോട്ട് പോയി. ഇനി നമുക്ക് ലഗേജ് എടുക്കണം ഹോട്ടലിൽ നിന്ന്. എനിക്ക് സത്യത്തിൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല സ്ഥലം, ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ലണ്ടനിലെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് തിരക്കുമില്ല. ഈ സ്ട്രക്ചറൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയല്ലേ. ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറാണ് കേട്ടോ, ടീൽ കളർ. ആ ഡോമിന് കൊടുത്തേക്കുന്ന കളറാണ് കേട്ടോ, അതാണ് മെയിനായിട്ട് കാണുന്ന കളർ. ബാക്കിയൊക്കെ ഒരു ഹിസ്റ്റോറിക് ആ ഒരു റോക്ക് കളറാണ്. ബാക്കി ആകെ കളറായിട്ട് കാണുന്ന ടീൽ കളറാണ്. പിന്നെ നമ്മളിത് അവിടെ നിന്നും പിന്നെയും ഒരു സ്ട്രീറ്റിൽ കയറിയിട്ട് ഇനി നമ്മൾ അവിടെ അറ്റത്തൊക്കെ പോയാലാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നിന്ന് ലഗേജൊക്കെ എടുത്തിട്ട് ഇറങ്ങിട്ടോ. പുറത്തത് നല്ല വെയിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയല്ലേ, പുറത്ത് നമ്മൾ പോവാൻ, അതായത് ഇന്ന് പോകുന്ന ദിവസമാണല്ലോ, പോകുന്ന ദിവസം നല്ല വെതറാണ് ഇവിടെ. കാരണം മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും വരുന്നുണ്ട്. നമ്മൾ ട്രാമിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ട്രാം സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ട്രാം സ്റ്റേഷനിലോട്ട്. അടുത്തുള്ള ട്രാം സ്റ്റേഷനിൽ കയറിയിട്ട് നമുക്ക് എയർപോർട്ടാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ്. എയർപോർട്ടിലേക്ക് പോകുന്ന ട്രാമുകൾ കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് പോയപ്പോഴത്തേനും മൊത്തത്തിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. മിക്കതും എയർപോർട്ട് ആൾക്കാരാണ് ലഗേജൊക്കെ പിടിച്ചിട്ട്. കണ്ടോ പുറത്ത് നല്ല വെയിലില്ലേ. ഇതേപോലെ റെയിൽ കണ്ടോ റോഡിൻ്റെ നടുക്ക് കൂടെ, അങ്ങനെയാണ് കേട്ടോ ട്രാം പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രാമിൽ കയറി. ഈ പോകുന്ന വഴി നല്ല രസമാണ്. കാരണം ഞാൻ അന്ന് മുമ്പത്തെ വ്ളോഗിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഈ ട്രാം നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. ഈ പാടത്ത് കൂടെ പോകുന്നൊരു ഫീലാണ്. ഫുള്ള് ഇതേപോലെ പുൽമേടാണ്. ഇപ്പോൾ നമ്മുടെ ട്രാം മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വേറൊരു ട്രാം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതാണ്. 2 ട്രാമും പാസ് ചെയ്യുന്നത് ഈ പറമ്പിലൂടെ, ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഏതൊക്കെയോ പറമ്പിലൂടെ പോകുന്ന ഒരു ഫീലാണ്. അങ്ങനെ തിരിച്ച് എഡിൻബറോ എയർപോർട്ടിലെത്തി. 1 മണിയായപ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് 4 മണിക്കാണ് ഡിപ്പാച്ചർ ഫ്ലൈറ്റ്. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചെത്തിയത്. ഇതാണ് എഡിൻബറോ എയർപോർട്ട്. ഇവിടുത്തെ എയർപോർട്ടുകളൊന്നും അത്ര വെൽക്കമിങ് അല്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ വേഗം പോയി ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഈസി ജെറ്റ് വഴി തന്നെയാണ് ഫ്ലൈ ചെയ്യുന്നത്. ഡിപ്പാച്ചർ ആയതുകൊണ്ട് ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. ഡ്യൂട്ടി ഫ്രീയിൽ ചുമ്മാ ഒന്ന് കറങ്ങി. എനിക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങണമായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്യൂട്ടി ഫ്രീ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഗേറ്റിലേക്കായി. 1/4 മണിക്കൂറിനുള്ളിൽ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ ഗേറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ പ്ലെയിൻ സ്പോട്ടിങ് ഇഷ്ടമുള്ളതുകൊണ്ട് അതിങ്ങനെ നോക്കിയിരുന്നു, പുതിയ പുതിയ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. റയാൻ എയർ ആണിത്. റയാൻ എയർ ഒരെണ്ണം ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ടാക്സി ചെയ്ത് തിരിച്ച് ഗേറ്റിലോട്ട് പോവാണ്. പിന്നെ ഇത് സ്കോട്ടിഷ് എയർ ആണ്. അതായത് ഇത് ലണ്ടനിലൊക്കെ ഉള്ളതാണ്. ഞാൻ ലണ്ടനിൽ വെച്ചിട്ട് ഈ ഫ്ലൈറ്റിനെ കാണലുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഖത്തറും പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ബോർഡ് ചെയ്യാനായി. അതാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്, ഈസി ജെറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന സമയത്ത് വേറെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അവിടെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ടെൻഷനാണ്, മൊത്തം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ എൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ഞാൻ കവർ ചെയ്തു. സ്കോട്ട്ലൻഡിൽ നിന്ന് ഞാൻ ഡിപ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. പോയപ്പോഴും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ 3:30 ആയപ്പോഴത്തേനും ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. ഞാൻ സ്കോട്ട്ലൻഡിൽ നിന്ന് തിരിച്ച് പറന്നു പോവാണ്. അടിപൊളിയാണ്. പുറത്ത് ഫുള്ളിങ്ങനെ പുൽമേടൊക്കെയാണ്. അങ്ങനെ 4:45 ആയപ്പോഴത്തേനും 1 hour 15 minutes എടുത്തു കേട്ടോ ഫ്ലൈറ്റ്.
ശരിക്കും 1 അവർ ആണ് എടുക്കുക. ഇന്ന് 1 അവർ 15 എടുത്തു. ഞാനത് തിരിച്ച് ഗാറ്റ്വിക്കിലേക്ക് ലാൻഡായി. തിരിച്ച് ഗ്യാറ്റ്വിക്കിലേക്ക് ലാൻഡായിട്ടോ. ഇനി നമുക്ക് ഊബർ എടുത്തിട്ട് വേണം വീട്ടിൽ പോകാൻ. ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയായിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തി. ഇനി ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈ, സി യു.